അളിയാ ഇത് തന്നെ സ്ഥലം കണ്ടിട്ട് തന്നെ പേടിയാവണം. ഇവിടെ അപ്പൂപ്പൻ പറഞ്ഞ അടയാളമൊക്കെ വെച്ചിട്ട് ഇവിടെ തന്നെയാണ്. നിന്റെ അമ്മയുടെ ബന്ധത്തിലുള്ള അമ്മയുടെ ബന്ധത്തിലുള്ള ഇവിടെ അമ്മയുടെ അച്ഛൻ അപ്പൂപ്പൻ. ആ തള്ളരാജ പ്രോജക്റ്റാണ് നീ വിളിച്ചിട്ട് വന്നേക്കണം. അപ്പൂപ്പൻ തള്ളൊക്കെ ആയിരിക്കും. പക്ഷെ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞതാണ് ഇതിനെ പറ്റി. അപ്പൊ മരിക്കുന്നതിന് മുമ്പുള്ള പണി അതാണിത്. പണിയെടുക്കാതെ ജീവിക്കണം. എന്നാ വാ. ആരാ വിധി തേടിയുള്ള വരവായിരിക്കുമല്ലേ? വിടുപുല്ല് ഇപ്പൊ എങ്ങനെ ഇരിക്കണം നിന്റെ അപ്പൂപ്പനെ? എല്ലായിടത്തും പോയി പറഞ്ഞു ഈ കഥ. നാശത്തിലേക്കാ നിങ്ങളുടെ പോക്ക്. തുടങ്ങി. എവിടെ ചെന്നാലും കാണും ഇതുപോലെ കുറെ തള്ളു കളവന്മാർ. നിന്റെ അപ്പൂപ്പനെ പോലെ. പോ വിധി കാക്കും ഭൂതഗണങ്ങളെ കാക്കണം ഈ നല്ല പദ്യമല്ലേ തന്നെ. ഒരു ട്രോഫി കൊടുത്ത് നീ അവിടെ നിൽക്ക്, ഞാൻ പോയി നിധി എടുക്കട്ടെ. വിധി കാക്കും ഭൂതഗണങ്ങളെ കാക്കണം ഈ പൈതങ്ങളെ. അപ്പൊ പറഞ്ഞ അടയാളം അപ്പൂപ്പൻ പറഞ്ഞ അടയാളം. അപ്പൂപ്പാ ഐ ലവ് യു. അപ്പൂപ്പൻ പറഞ്ഞ കറക്റ്റ് അടയാളം കണ്ടാ. എടാ ഇത് മറ്റേ എലിമിനാണ്ടി അല്ലേ? ഇലിമിനാണ്ടി മാങ്ങാണ്ടി ഒന്നല്ല, ഇതെന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അടയാളം. തുറക്കട്ടാ. അടേ പിന്നെ ഈ നിധിയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ സാധാരണ ഈ പ്രേതവും ഭൂതവും കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വല്ലതും കാണൂടെ? തുറക്കട്ടാ. പണിയെടുക്കാതെ ജീവിക്കാളിയാ. എങ്ങോട്ടാണ്? ആ തള്ളു കളവൻ പിന്നെയും വന്നാണ്. കിളവനല്ലടേ, ഇതേതോ ബാലക്കാരൻ. അങ്ങോട്ട് എവിടെ നിനക്ക് നിന്റെ അപ്പൂപ്പനെ വെച്ചിട്ടുണ്ട്. നീ ഇതൊക്കെ ചത്തടാ. അറിയാതെ വന്ന് പെട്ടുപോയതാണ് സ്വാമി. സ്വാമിയോ? ചാത്തലേക്ക് ഒരു സ്വാമി എന്ന് വിളിക്കാതെ അടുത്ത പണിയോടെ കിട്ടും. അറിയാതെയാണെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നന്നായി. എനിക്കൊരു കൂട്ടാവുമല്ലോ. കൂട്ടിന് നിങ്ങൾ തന്നെ 4-5 പേരുണ്ടല്ലോ സ്വാമി. ചേട്ടാ ഏകദോഷം പറയാതെ ചാത്ത, നമ്മൾ പോയിട്ട് നമ്മളെ ഫ്രണ്ട്സിനെ ആയിട്ട് ഇങ്ങോട്ട് ഒരുമിച്ച് വരാം. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ സാധ്യമല്ല. നിങ്ങൾ ഞങ്ങളുടെ അടിമകളാണ്. മൂഞ്ചി പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടിയാണ്. ചാത്തന്റെ അടിമ പണിയെടുക്കേണ്ട അവസ്ഥയല്ല. അനുവാദം തരണം. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പോകണമെങ്കിൽ ഞങ്ങളുടെ ബറോസ് പറയണം. ബറോസിന്റെ അടുത്ത് ഒന്ന് പറയാമോ? നമ്പർ തന്നാലും മതി, ഒന്ന് വിളിക്കാം. Yeah.